നമസ്കാരം. മലയാള സിനിമാ രംഗത്തെ പ്രശ്നങ്ങൾക്കെതിരെ തുറന്ന് സംസാരിക്കുന്ന നടിയാണ് റിമ കല്ലിങ്കൽ. സിനിമാ രംഗത്ത് നടിമാർ നേരിടുന്ന പ്രശ്നങ്ങളെ കുറിച്ച് എപ്പോഴും റിമ തന്റെ അഭിപ്രായം പങ്കുവയ്ക്കാറുണ്ട്. WCC സംഘടനയുടെ സജീവ പ്രവർത്തകയായ റിമയ്ക്ക് ഇത്തരം നിലപാടുകളുടെ പേരിൽ ഒട്ടേറെ അവസരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നപ്പോൾ റിമ കല്ലിങ്കൽ, പാർവതി തിരുവത്ത് തുടങ്ങിയ നടിമാരെ അഭിനന്ദിച്ച് നിരവധി പേർ രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം റിമ കല്ലിങ്കലിനെ ലക്ഷ്യം വെച്ച് ചില വിവാദ വാർത്തകളും കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രചരിച്ചു വരികയാണ്. തമിഴ് ഗായിക സുചിത്രയാണ് റിമയ്ക്കെതിരെ ഗുരുതര ആരോപണങ്ങളുമായി രംഗത്ത് വന്നത്. റിമ വീട്ടിൽ ലഹരി പാർട്ടി നടത്തുന്നുണ്ട് എന്നായിരുന്നു ആരോപണം നിഷേധിച്ച് റിമ രംഗത്തെത്തിയിട്ടുണ്ടായിരുന്നു. സുചിത്രക്കെതിരെ പരാതിയും നൽകിയിരുന്നു. നേരത്തെ പല പ്രമുഖ തമിഴ് താരങ്ങൾക്കെതിരെയും സുചിത്ര അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോഴിതാ റിമ കല്ലിങ്കലിനെതിരെ സംവിധായകൻ സിബി മലയിൽ ഉന്നയിച്ച ആരോപണമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വീണ്ടും ചർച്ചയായിക്കൊണ്ടിരിക്കുന്നത്. 2011 ഉന്നം എന്ന സിനിമയുടെ സെറ്റിൽ നിന്നും റിമ അനുവാദമില്ലാതെ പോയതിനെതിരെയാണ് സിബി മലയിൽ രംഗത്ത് വന്നിരുന്നത്. അവരുടെ തലയിൽ കൂടെയാണ് സിനിമ ഓടുന്നതെന്ന് ചിന്തിക്കുന്ന ചിലർ പുതിയ ജനറേഷനിലുണ്ട്. എന്റെ കരിയറിൽ ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത് എന്ന് സിബി മലയിൽ പറഞ്ഞു. ആർട്ടിസ്റ്റ് നമ്മൾ അറിയാതെ നമ്മുടെ ലൊക്കേഷനിൽ നിന്നും പോകുക, രാവിലെ വിളിക്കാൻ ചെല്ലുമ്പോൾ ആളില്ല. എന്നെ സംബന്ധിച്ച് ആദ്യമായാണ് ഈ അനുഭവം. സിനിമ എന്ന പ്രൊഫഷൻ അവർക്ക് കൊടുക്കുന്ന ഗ്ലാമറും അംഗീകാരങ്ങളും അവർക്ക് മറ്റു രീതിയിലുള്ള ചില സൗകര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കാറുണ്ട്. ചില ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കപ്പെടുന്നത് ഉൾപ്പെടെ. സിനിമ ഉള്ളത് കൊണ്ടാണ് ഇത്തരം ചടങ്ങുകൾക്ക് വിളിക്കുന്നതെന്ന് താൻ ഇവരെ ഉപദേശിച്ചിട്ടുണ്ടെന്നും സിബി മേലയിൽ അന്ന് വ്യക്തമാക്കിയിരുന്നു. പുതിയ തലമുറയിലെ ആൾക്കാരുമായി വർക്ക് ചെയ്യുമ്പോൾ അവരോട് പറയാറുണ്ട്, ഞാൻ സിനിമയിലേക്ക് വരുന്ന കാലത്ത് പ്രേം നസീറിനെ പോലെയുള്ള ആളുകളുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ട്. അവരൊക്കെ അന്ന് സംവിധായകനോട് കാണിക്കുന്ന ബഹുമാനമുണ്ട്. ബഹുമാനം എന്നത് ഞാൻ എന്ന വ്യക്തിയോടുള്ള ബഹുമാനമല്ല, ഒരു ലൊക്കേഷനിൽ പൂർണ്ണ ഉത്തരവാദിത്തം ഉള്ള ആളെന്ന നിലയിലുള്ള ബഹുമാനമാണ്. തിക്കുറിശി സാറ് ഷൂട്ടിംഗ് കഴിഞ്ഞാൽ നമ്മളോട് വന്ന് സാർ ഞാൻ മേക്കപ്പ് അഴിച്ചോട്ടെ എന്ന് ചോദിക്കും. അദ്ദേഹത്തെ പോലെ വലിയ വ്യക്തി പുതുതലമുറയിലെ ചെറിയ സംവിധായകനടുത്ത് വന്ന് സാർ എന്ന് വിളിച്ച് മേക്കപ്പ് അഴിച്ചോട്ടെ എന്ന് അനുവാദം ചോദിക്കുകയാണ്. അന്നത്തെ തലമുറയിലെ എല്ലാവരും അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പിന്നീട് വന്ന തലമുറയിലുള്ളവർ അത്തരം മര്യാദകളൊന്നും പുലർത്തുന്നവരല്ല. അതേസമയം ജഗദീഷ് സുകുമാർ ഉൾപ്പെടെയുള്ള നടന്മാർ വളരെ പ്രൊഫഷണൽ ആണെന്നും സിബി മലയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SAG, the ultimate entertainment destination. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി SAG ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.